Here is the question. Choose the correct statements about the hydrates of group 15 elements. ഒന്നാമത്തത് stability of hydrates decreases in the order NH3, PH3, ASH3, SbH3 and BiH3. NH3 തൊട്ട് BiH3 വരെ വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും, സൈസ് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് വീക്ക് ആകും. അപ്പോൾ വീക്ക് ബോണ്ട് BiH3 കാണും, സ്ട്രോങ് ബോണ്ട് NH3 കാണും. സ്ട്രോങ്ങർ ബോണ്ട് ആയിരിക്കുന്ന ആളായിരിക്കും സ്റ്റേബിൾ. അതുകൊണ്ട് സ്റ്റെബിലിറ്റി NH3, PH3, ASH3, SbH3, BiH3 is a correct statement. റെഡ്യൂസിങ് എബിലിറ്റി ആണ് ചോദ്യം. നമുക്കറിയാം ഏത് ബോണ്ടാണോ വീക്ക് അത് പെട്ടെന്ന് ഹൈഡ്രജനെ കൊടുക്കാൻ സാധിക്കും. ഹൈഡ്രജനെ കൊടുക്കുന്ന ആൾക്കാരാണ് റെഡ്യൂസിങ് ഏജന്റ്. സോ പെട്ടെന്ന് ബോണ്ട് പൊട്ടിച്ച് ഹൈഡ്രജനെ കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് BiH3 is a good reducing agent. അപ്പൊ റെഡ്യൂസിങ് ഏജന്റിന്റെ ഓർഡർ NH3യേക്കാളും കൂടുതലാണ് ബാക്കിയുള്ളവർക്ക് എന്ന് പറയുന്നത് ശരിയായിരിക്കുന്നതാണ്. അപ്പൊ തന്നെ ആൻസർ ആയി. ANB എന്നത് മാത്രമേ ഓപ്ഷൻ പറയാൻ പറ്റുള്ളൂ, കാരണം വേറെ കോമ്പിനേഷൻ ഇല്ല. രണ്ടുപേരെ ശരിയായിട്ടുള്ളൂ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോം ആണ് എടുക്കാൻ പറഞ്ഞത്. രണ്ടുപേരെ ശരിയായിട്ടുള്ളൂ. യു ഹാവ് ദി ആൻസർ നൗ. എനിവേ അടുത്തുള്ളവരെ നോക്കാം. എമംഗ് ദി ഹൈഡ്രൈറ്റ് NH3 സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. അത് തെറ്റാ. വീക്ക് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഉള്ളത് കൊണ്ട് BiH3 ആണ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചത്? അടുത്തത് ബേസിസിറ്റി ഓഫ് ഹൈഡ്രൈഡ് എന്ത് സംഭവിക്കുന്നു? താഴേക്ക് വരുമ്പം ആസിഡിക് ക്യാരക്ടർ കൂടാന്ന് വേണമെങ്കിൽ ആലോചിച്ചാൽ മതി. താഴേക്ക് വരുമ്പോൾ ബോണ്ട് പെട്ടെന്ന് പൊട്ടാം, അപ്പോൾ ആസിഡിക് ക്യാരക്ടർ കൂടുന്നൊക്കെ ആലോചിക്കാം. പക്ഷെ ആക്ച്വലി ഇത് ലൂയിസ് ബേസസ് ആണ് ഇവരെല്ലാം, കാരണം ലോൺ പേയേഴ്സ് ഉണ്ട്. അതിൽ തന്നെ NH3 ആണ് ഏറ്റവും ബെറ്റർ ബേസ്. കാരണം NH3യുടെ കേസിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ലോൺ പേയേഴ്സിനെയാണ് ഉണ്ടാവുക, അതിനെ കൊടുക്കാൻ പറ്റും. BiH3യിൽ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് ഡീലോക്കലൈസ്ഡ് ലോൺ പെയർ ആണ്. ലോൺ പെയർ ഇങ്ങനെ പരന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കുക BiH3യിൽ. അപ്പൊ ആ ലോൺ പെയറിനെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി, ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റുന്നവരാ. കൊടുക്കണമെങ്കിൽ ലോക്കലൈസ്ഡ് ആയിരിക്കണം. ഡീലോക്കലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെയൊക്കെ പെറുക്കിയെടുത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബേസിസിറ്റി നോക്കിയാൽ ഏറ്റവും നല്ല ബേസ് NH3 ആണ്, അല്ലാതെ BiH3 അല്ല. ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഓക്കെ, ഇതും NCERTയിലെ P ബ്ലോക്ക് എന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ഡാറ്റ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും.